السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري. لك يا رسول الله في أعناقنا قمم من الإجلال والإكرام. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. സർവാധന്യരായ സാദാത്തുക്കളെ, ശ്രേഷ്ഠന്മാരായ ഉസ്താദുമാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാർ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ CM സെന്ററിൻ്റെ വാർഷിക പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള വഅദിന്റെ വേദിയിലാണ് നാം ഉള്ളത്. നാളെ വളരെ പ്രൗഢമായ സമാപന സമ്മേളനവും ആത്മീയ കേരളത്തിൻ്റെ അമരക്കാരായ താജുൽ ഉലമ തങ്ങളവർകൾക്കും ഖമറുൽ ഉലമ ഉസ്താദ് അവർകൾക്കുമുള്ള ആദരവും ബഹുമാനപ്പെട്ട സബാഹുദ്ദീൻ റിഫാഇ തങ്ങളെ പോലെയുള്ള മഹാന്മാരുടെ നേതൃത്വത്തിൽ ആത്മീയ സദസ്സും പ്രഭാഷണവും എല്ലാം നടക്കുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു വളരെ വിജയകരമായി ആ പരിപാടി നടത്തുവാനും വിപുലമായി അത് സംഘടിപ്പിക്കുവാനുമെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തുള്ള എല്ലാ ചലനങ്ങളെയും ആധികാരികമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ അന്ത്യനാൾ വരെ നടക്കുന്ന മുഴുവൻ പ്രധാന വിഷയങ്ങളുടെയും നേതൃത്വം വിശുദ്ധമായ മദീനയിൽ നിന്ന് നിർവഹിക്കുകയും
കഴിഞ്ഞകാല ഇമാമിങ്ങൾ മുഴുവനും ഏതൊക്കെ പ്രവർത്തനങ്ങളുമായി ഇടപെട്ടോ അവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല അയച്ചത് ഈ ലോകത്തുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾക്കും സാക്ഷിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ അന്ത്യനാൾ വരെയുള്ള ഇസ്ലാമിക ആത്മീയ മേഖലയിൽ നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളുടെയും സാരഥ്യവും സാക്ഷിത്വവും വിശുദ്ധമായ മദീനയിൽ നിന്ന് നിർവഹിക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനെ തുടർന്ന് മഹാന്മാരായ ഖലീഫമാരുടെ ഭരണകാലം, ആ ഖലീഫമാരുടെ ഭരണകാലത്ത് ഇന്ന് ചില ബിദ്അഈ കക്ഷികൾ ചോദിക്കാറുണ്ട്, ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങ് ചോദിച്ചുകൂടായിരുന്നോ? വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് വിളിക്കാമെങ്കിൽ, അവിടുത്തെയോട് സഹായാർത്ഥന നടത്താമെങ്കിൽ, ബഹുമാനപ്പെട്ട സ്വഹാബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയ വിഷയങ്ങളിൽ നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചുകൂടായിരുന്നോ എന്ന് ബിദ്അഈ കക്ഷികൾ പല വേദികളിലും സംശയമുന്നയിക്കാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം വന്ന ഖലീഫമാരായ മുഴുവൻ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൂട്ട് കാണിച്ചു തരാത്ത, വഴി കാണിച്ചു തരാത്ത പ്രധാന വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ട് എന്നതാണ് ചരിത്രം. ഏതെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴേക്ക് ചോദിക്കുകയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ പരിഹാരമായി നിലനിൽക്കെ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വാതന്ത്ര്യം കൊടുത്ത മേഖലകളിൽ പിന്നെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊന്നും സാധ്യതകൾ നൽകാത്ത മേഖലകളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ് സ്വഹാബികൾ ചെയ്ത സമീപനം. ഉദാഹരണമായി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരം എവിടെയാണ് ഖബറടക്കേണ്ടത്? സ്വഹാബികൾ അഭിപ്രായം ആരായുകയാണ്. കാരണം വ്യാപകമായി സ്വഹാബികളുടെ ഇടയിൽ ആ വിഷയത്തെക്കുറിച്ചുള്ള വിശദീകരണമില്ല. അപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കാനുള്ള തിരക്ക് വേണ്ട. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പാഠം പഠിച്ചു വെച്ചിട്ടുണ്ട്. അമ്പിയാക്കന്മാർ എവിടെ കിടന്നാണോ വഫാത്താകുന്നത് അവിടെയാണ് ഖബറടക്കേണ്ടതെന്ന പാഠം. അതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സ്വഹാബികൾ സംശയങ്ങളും അഭിപ്രായങ്ങളും ആരാഞ്ഞ വിഷയങ്ങളിൽ അതീവ രഹസ്യമായും സ്വകാര്യമായും നേടിവെച്ചിരുന്ന വിജ്ഞാന സഹസ്രങ്ങൾ സ്വഹാബത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. അതേസമയം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കാണുന്ന വിഷയം അവിടുത്തെ വഫാത്തിന്റെ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണ് ഖബറടക്കേണ്ടതെന്ന് വ്യക്തമായി പറഞ്ഞ സൂചനകൾ ഇല്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തു കിടക്കാൻ ആശയുണ്ട്. ഈ വിഷയത്തിന്റെ പരിഹാരം സ്വഹാബികളോട് ചോദിക്കുന്നതിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെയാണ് ചോദിക്കേണ്ടത്. വഫാത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയാണ് സ്വഹാബത്തിനോട്. അഥവാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ ഉടനെ അവിടുത്തെയുടെ തിരുശരീരം കൊണ്ടുപോയി
വിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ ചാരത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ ഉള്ളിൽ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഖബറടക്കണമെന്ന ആശയുണ്ട്. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതമില്ലാതെ കിടക്കാൻ പറ്റുമോ? ആ സമ്മതത്തിന് വേണ്ടി ആരായാൻ സ്വഹാബത്തിനോട് പറഞ്ഞതായി ഇമാം ഫഖറുദ്ദീൻ അർ-റാസി രേഖപ്പെടുത്തുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുണ്യ ശരീരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് കൊണ്ടുപോയി കിടത്താൻ സ്വഹാബാക്കൾ വഫാത്തായ പുണ്യ നബിയോട് വിളിച്ചു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അവിടുത്തെയുടെ സന്തത സഹചാരിയായ ഇഷ്ട കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ആദരണീയമായ ശരീരം അവിടുത്തെയുടെ സന്നിധാനത്തിൽ കിടത്തട്ടെയോ എന്ന് ചോദിക്കുമ്പോ മാലോകരുടെ മനതലത്തിലേക്ക് സ്നേഹാനുരാഗത്തിന്റെ പുണ്യപുഷ്പങ്ങളെ സ്ഥാപിച്ചു കൊടുത്ത ആധ്യാത്മിക ചക്രവാളത്തിന്റെ അമരത്തിരുന്നു കൊണ്ട് ലോകമാനവീകതയുടെ മനസ്സുകളിൽ നീതിബോധത്തിന്റെ മധു പകർന്നു കൊടുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കടത്തുക, ദിഖിൽ ഹബീബ ഇലൽ ഹബീബ്. അനുരാഗത്തിന്റെ ചുടുചുംബനങ്ങൾ കൊണ്ട് മക്കായുടെ മരുപ്പറമ്പിലൂടെ നടന്നു നീങ്ങുന്ന സ്നേഹപാനങ്ങളുടെ നിറസാന്നിധ്യമായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ തീഷ്ണമായ പരീക്ഷണത്തിന്റെ ഘട്ടങ്ങളിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നിന്നുകൊണ്ട് ധൈര്യം പകരുകയും സ്നേഹം നുകരുകയും ചെയ്ത എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ തിരുശരീരം ചാരത്ത് വെക്കണമെന്ന് ലോകത്തിന്റെ നേതാവിന്റെ മഹോന്നതമായ ഖബറിടത്തിന്റെ സന്നിധാനത്തിൽ നിന്ന് ശബ്ദമുയരുമ്പോഴാണ് ലോകത്തിന്റെ നേതാവ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്മതം കൊടുക്കുമ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തിരുശരീരം അവിടുത്തെ ചാരത്ത് കിടക്കുന്നത്. കാരണം എന്താ? ബുൽബുൽ കെ ഭൂൽ ബസ് തോ സിദ്ദീഖ് കോ റസൂൽ ബസ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മധുവും നിധിയും പുഷ്പവും തേനുമെല്ലാം നബിയാണ്. ആ ജീവിതം മുഴുവനും റസൂലുള്ളാഹിക്ക് വേണ്ടി സമർപ്പിച്ച ജീവിതമാണ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകാനുള്ള കാരണം എന്താണെന്ന് മുല്ലാ അലിയുൽ ഖാരി വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ വേറെയും മഹാന്മാർ എഴുതിയിട്ടുണ്ട്. വഫാത്തു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് കേട്ടപ്പോ മനസ്സ് തകർന്നു പോയ ആളുകളുണ്ട്. അവരിൽ പെട്ടതാണ് സിദ്ദീഖ് തങ്ങൾ. മിണ്ടാൻ പറ്റാതെ ആയ ആളുകളുണ്ട്. അതിൽ പെട്ടയാളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ. ബുദ്ധിക്കു തന്നെ ഭ്രമം സംഭവിച്ചു പോയവരുണ്ട്. അവരിൽ പെട്ടയാളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാൻ പറ്റാതായ ആളുകളുണ്ട്. ഏതവസ്ഥയിലാണോ പരിഭ്രമിച്ചു പോയത് അതിൽ നിന്നൊരു കാലടി പോലും നീക്കി വെക്കാൻ പറ്റാത്ത സ്വഹാബികളുണ്ട്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. മനസ്സ് തകർന്നു പോയി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റേത്. ബുദ്ധിക്ക് മാറ്റം വന്നു പോയി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടേത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മണിക്കൂറുകളോളം ആയിരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് സമർപ്പിക്കപ്പെട്ടത് മദീനയുടെ മലർവനിയിൽ കിടന്നുകൊണ്ട് മാലോകരുടെ മനതലത്തിലേക്ക് മധുപകർന്നു കൊടുത്ത സ്നേഹാനുരാഗത്തിന്റെ മഹാപ്രപഞ്ചത്തിന്റെ സാരഥിക്കു വേണ്ടിയാണ്. ആ ലോകത്തിന്റെ നേതാവിന്റെ അനുയായിയുടെ മനസ്സ് പതറുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത് അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിൽ ദുഃഖിച്ചുകൊണ്ടാണ്. സിദ്ദീഖ്
റളിയല്ലാഹു അൻഹുവിനെ ചാരത്ത് കിടക്കാൻ സമ്മതമാണ് ചോദിച്ചത്. പക്ഷേ സിദ്ദീഖിന്റെ പുത്രി പറഞ്ഞത് എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്താകാൻ നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യപത്നിയുടെ ചാരത്തേക്ക് ഇബ്നു അബ്ബാസ് തങ്ങൾ കടന്നു വരികയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇങ്ങോട്ട് കടത്തിവിടല്ലേ, പ്രിയപ്പെട്ട ഇബ്നു അബ്ബാസ് വരുന്നത് എന്റെ മഹത്വം പറയാനാണ്, ഞാനതധികം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചാരത്തേക്കൊന്ന് വരാൻ സമ്മതം വാങ്ങിയിട്ട് വരുമ്പോ അപ്പുറത്ത് നിന്നുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് പറയുകയാണ്, ഉമ്മ വിഷമിക്കേണ്ടതില്ല ഉമ്മ, അവിടുന്ന് മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ്. കാലങ്ങൾക്ക് മുമ്പേ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി പദം അലങ്കരിക്കുന്നതിന് മുമ്പ് തന്നെ വിശ്വാസികളുടെ ഉമ്മയാണ്, ഉമ്മുൽ മുഅ്മിനീനാണ്. നിങ്ങളുടെ അരമനയിലെ പെരുമാറ്റങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ നിയമരൂപീകരണമായിരുന്നു. അവിടുന്ന് ഹബീബിനെ മടിയിൽ തലവെച്ച് കിടത്തിയപ്പോഴാണ് തയമ്മുമിന്റെ ആയത്തുണ്ടായത്. ആ ആയത്താണ് മെഹ്റാബുകളിൽ പാരായണം ചെയ്യപ്പെടുന്നത്. തുടങ്ങി ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വം എണ്ണി എണ്ണി പറയുമ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ 20ഓളം മഹത്വങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് തൽക്കാലം കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ ഉമ്മ, ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടയാളാണ് അഫ്ളലു മിനസ്സരീരി മിനത്തആം, അറബികളുടെ ഇഷ്ടഭക്ഷണത്തെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് അവിടുത്തെയുടെ പദവി പറഞ്ഞില്ലയോ ഉമ്മ? അതുമാത്രമല്ല, പുരുഷന്മാരിൽ നിന്ന് ഒരുപാട് പേര് വലിയ മഹത്വങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ സ്ത്രീകളിൽ നിന്ന് വളരെ കുറച്ചു പേര് മാത്രമേ പദവി നേടിയിട്ടുള്ളൂ. അതിൽ ഒന്നാമതാരാണ്? ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹയാണ്. പിന്നീട് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ഫളലു ആയിഷത അലൻ നിസാഇ കഫളി സരീരി അല ത്വആം. നല്ല ഒന്നാന്തരം അലീസ പോലെ അറബികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടിരുന്ന ഭക്ഷണത്തെക്കാൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രേഷ്ഠത പറഞ്ഞ മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ സിദ്ദീഖിന്റെ പുത്രിയാണ്. ചാരത്തു കിടക്കാൻ അവകാശമുള്ള മഹതിയാണ്. ആധികാരികമായി സ്വന്തം വീടാണ്. പക്ഷേ ആയിഷ ബീവി പറഞ്ഞു, എന്നെ അവിടെ കബറടക്കല്ലേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ കബറടക്കാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. ആയിഷ ബീവി പറയാണ്, എന്നെ അവിടെ കിടത്തല്ലേ, കാരണം എനിക്കൊരു വീഴ്ച പറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ഹബീബിന്റെ ചാരത്ത് കിടക്കാൻ ഭയപ്പെടുകയാണ്. എനിക്ക് അവിടുത്തെയുടെ സന്നിധാനത്തിൽ കിടക്കാൻ ധൈര്യമില്ല. എന്താണ് ഉമ്മമാരെ ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ പറയുന്നത്? ഒരിക്കൽ ജമൽ യുദ്ധത്തിന്റെ വേളയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ കൃത്യമായി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് ശുപാർശ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിലിരുന്നാൽ മതി, അവിടുത്തെയുടെ സാന്നിധ്യം കൊണ്ട് നിയമം നടപ്പിലാക്കാൻ സഹായകമാകുമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയിട്ട് യുദ്ധത്തിന്റെ താഴ്വരയിലേക്ക് എത്തിച്ചതിന്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെടുമായിരുന്നില്ല.
മക്കന നനയുന്ന വിധത്തിൽ കരഞ്ഞുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പിൽക്കാലത്ത് ഖുർആൻ ഓതിയതായി ഹാഫിള് സുയൂത്തി രേഖപ്പെടുത്തുമ്പോൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എന്നെ കിടത്തല്ലേ. ഇപ്പൊ എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആലോചന, ഞാൻ എവിടെയായിരിക്കണം മറമാടപ്പെടേണ്ടത്, എനിക്ക് ഹബീബിന്റെ മുമ്പിൽ സ്ഥലം കിട്ടുമോ, സ്ഥാനം കിട്ടുമോ, അതല്ലാത്ത മറ്റെല്ലാ വിഷയങ്ങൾക്കും തീരുമാനമാക്കേണ്ട നിയമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഖബറിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കേണ്ടതില്ല. അതുകൊണ്ട് ചോദിക്കാൻ ഒരുങ്ങിയിട്ടുമില്ല. പക്ഷേ ഹബീബിനറിയാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടൽ എവിടെയാണ്, രാജ്യത്തിന്റെ ഭരണാധികാരി എവിടെയാണ്, അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഭരണം അല്പമൊന്ന് കഠിനമായ ശൈലി സ്വീകരിച്ചപ്പോ അതാ വാണിംഗ് കൊടുക്കുകയാണ്. മറ്റൊരു സ്വഹാബിയോട് സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉമർ ഇബ്നുൽ ഖത്താബിനോടൊന്ന് പറയണേ മയം വരുത്താൻ. കാരണം എന്താ, സറാഫാ ചമനെ ദിയാറേ മദീന ദവാമാശനാ ഹേ ബഹാറേ മദീന. മദീനയിലെ ഗുംബദേ ഖസറാഇന്റെ താഴെ കിടക്കുന്ന പുണ്യ ഖബറിന്റെ അകത്തളത്തിൽ കിടന്ന് രാജ്യത്തിന്റെ അധികാരം നടത്തുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മനോഗതിയും ഇടപാടുകളും അറിഞ്ഞുകൊണ്ട് ഇടപെടേണ്ട സമയത്ത് ഇടപെടുകയാണ്. ഹബീബ് അറിയിക്കുന്നു, ഹലോ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബേ, അവിടുത്തെ അധികാരം അല്പമൊന്ന് മയപ്പെടുത്തണേ. ഹബീബ് അറിയുന്നുണ്ട്. ഇതെല്ലാം ഒരുപാട് വിശദാംശങ്ങളോടെ പറയേണ്ടതാണ്. മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടുകയാണ്. ബിദായ വന്നിഹായ 7-ാം വാള്യം ഹിസാറുൽ ഉസ്മാൻ എന്ന അധ്യായത്തിൽ കാണാം. ഓ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അവിടുത്തെ കൊല്ലാൻ ഖുർആനിക ആയത്ത് ഓതിയിട്ട് നിൽക്കുകയാണ് എതിരാളികൾ. അപ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഒരു കടലാസ് എടുത്തിട്ട് അതിൽ എഴുതി വെച്ചു അവിടുത്തെ വസിയ്യത്ത്. ഇത് ഉസ്മാനിന്റെ വസിയ്യത്താണ്. യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറഞ്ഞിട്ട് തൽഖീനിന്റെ വാചകങ്ങൾ മുഴുവനും എഴുതി വെച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭദ്രമായി പെട്ടിയിൽ ലോക്ക് ചെയ്തിട്ട് ഉത്തരവാദിത്വപ്പെട്ടവരെ ഏൽപ്പിച്ചിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഇരിക്കുമ്പോഴാണ് ആയത്ത് ഓതിയിട്ട് ഒരു പറ്റം ആളുകൾ വരികയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ, നിങ്ങൾ കൊല്ലപ്പെടേണ്ട ആളാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഇസ്ലാമിന്റെ പേരുള്ള ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇറങ്ങിയ മുനാഫിഖുകൾ അവർ ആയത്തോതിയിട്ട് പറയുകയാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നിങ്ങൾ കൊല്ലപ്പെടേണ്ട ആളാണ്. അപ്പോഴാണ് ഉസ്മാൻ തങ്ങൾ ചോദിക്കുന്നു, അല്ല നിങ്ങൾ എന്നെ കൊല്ലാനാണോ ഉദ്ദേശിക്കുന്നത്? അപ്പോഴേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഇവരെ ഞങ്ങൾ കൈകാര്യം ചെയ്യട്ടെയോ? വേണ്ട വേണ്ട. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ യുദ്ധം നയിക്കട്ടെയോ? വേണ്ട വേണ്ട. 20ഓളം പ്രമുഖരായ സ്വഹാബികൾ വന്നിട്ട് ചോദിക്കുന്നതായി ആധുനിക എഴുത്തുകാരനായ സ്വല്ലാബിയും ഉദ്ധരിക്കുന്നുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഖലീഫയോട് ഒന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ സമരമുയർത്തട്ടെയോ? വേണ്ട വേണ്ട. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്റെ പേരിൽ ഇവിടെ ഒരു കലാപമുണ്ടാകാൻ പാടില്ല, എന്നാലും ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എന്നെ കൊല്ലാൻ പോവുകയാണോ? ബൈഅത്തുൽ റിദ്വാൻ ഓർമ്മയില്ലേ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളുടെ കൈപിടിക്കുന്ന സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഞാനില്ല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇത് ഉസ്മാന്റെ കയ്യാണ്, ഇതെന്റെ കയ്യുമാണ്, ഉസ്മാനിന് പകരം ഞാനിതാ ബൈഅത്ത് ചെയ്യുന്നു. അങ്ങനെ ഹബീബിന്റെ കൈ എന്റെ കൈക്ക് പകരമായി ബൈഅത്ത് ചെയ്യപ്പെട്ട ആളാണ്. എന്നെയാണോ നിങ്ങൾ കൊല്ലാൻ ഒരുങ്ങുന്നത്? രണ്ടാമതായി ചോദിക്കുന്നു, ഞാൻ ബദറിന്റെ രണാങ്കണത്തിൽ പങ്കെടുത്തിട്ടില്ല, പക്ഷേ ബദരീങ്ങളുടെ പേരെണ്ണുമ്പോ എന്റെ പേര് നാലാമതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഡ്യൂട്ടിയിലായിരുന്നു ഞാൻ. അങ്ങനെ ബദരീങ്ങളിൽ നബി തങ്ങൾ സ്പെഷ്യൽ പരിഗണന നൽകിയ ഈ ഉസ്മാനെയാണോ കൊല്ലാൻ പോകുന്നത്? നിങ്ങൾ ന്യായവാദം ഉന്നയിക്കുന്നത് സഹോദരങ്ങളെ. മൂന്നാമതായി ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭവനം വാങ്ങി ഇസ്ലാമിനെ സംഭാവന ചെയ്യുക എന്ന് ചോദിച്ചപ്പോ ഞാൻ എന്റെ സമ്പത്ത് കൊണ്ട് നബി തങ്ങൾ പറഞ്ഞ ഭവനം വാങ്ങി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഉസ്മാനിനെയാണോ നിങ്ങൾ ആയത്തോതി കൊല്ലാൻ ഇറങ്ങുന്നത്? പിന്നെയും ചോദിക്കുകയാണ്, അല്ലയോ സഹോദരങ്ങളെ, മദീനത്തേക്ക് വരുമ്പോ കുടിക്കാൻ വെള്ളമില്ല, കിണർ ജൂതന്റെ കയ്യിലാണ്, ഇതാരാണ് വാങ്ങിത്തരിക എന്ന് ചോദിക്കുമ്പോ കിണർ വാങ്ങിക്കൊടുത്ത ഉസ്മാനാണ്. ഇന്നും സൗദി അറേബ്യയുടെ അഗ്രികൾച്ചർ റിസർച്ച് സെന്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഉസ്മാനിന്റെ തോട്ടത്തിലാണ്. അവിടുത്തെ കിണർ വാങ്ങിയിട്ട് നൽകിയ ഉസ്മാനിനെയാണോ നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നത്? എന്നിട്ട് ചോദിക്കുന്നു, ലോക നേതാവായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കളുടെ ഭർത്താവായി എന്നെ തെരഞ്ഞെടുത്തിട്ടില്ലേ? ഈ ഉസ്മാനിനെയാണോ നിങ്ങൾ കൊല്ലാൻ ഫത്വ ഇറക്കുന്നത്? അവരതൊന്നും കേട്ടില്ല. ഇന്നങ്ങനെയാണ് നമ്മുടെ ആലിമീങ്ങൾ. ആയിരക്കണക്കിന് പള്ളിയുണ്ടാക്കിയ പണ്ഡിത ശ്രേഷ്ഠനെയാണോ നിങ്ങൾ കല്ലെറിയാൻ നോക്കുന്നത്? പതിനായിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങളെ പരിപാലിക്കുന്നവരെയാണോ നിങ്ങൾ പ്രതിക്കൂട്ടിൽ കാണുന്നത്? ആയിരക്കണക്കിന് അനാഥ മക്കൾക്ക് സനാഥത്വം നൽകിയ പണ്ഡിത ശ്രേഷ്ഠന്മാരെയാണോ നിങ്ങൾ അവഹേളിക്കുന്നത്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരുമകനായി തിരഞ്ഞെടുക്കണമെങ്കിൽ എത്ര മൂല്യം വേണം? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ കേശങ്ങൾ ലഭിക്കണമെങ്കിൽ എത്ര വലിയ ഭാഗ്യം വേണം? അങ്ങനെയുള്ള ആളുകളെയാണോ നിങ്ങൾ പ്രതിക്കൂട്ടിൽ കയറ്റുന്നത് എന്ന് എണ്ണിയിട്ട് സേവനത്തിന്റെ പരമ്പര പറയുമ്പോഴും ഇന്നലകളിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പ്രതി ചേർത്തിട്ട് കൊല്ലാൻ ഒരുങ്ങിയവരുടെ പിൻഗാമികൾ ഇന്നും അവസാനിച്ചിട്ടില്ല. ചരിത്രം ആവർത്തിക്കപ്പെടുമല്ലോ. ഏതായാലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ലോകത്തിന്റെ നേതാവ് ജമീനോ ജമാ തുമാരേ ലിയേ മക്കീനോ മക്കാ തുമാരേ ലിയേ ബനെ ദോ ജഹാ തുമാരേ ലിയേ. ലോകവും കാലവും അതിലുള്ളത് മുഴുവനും അവിടത്തേക്ക് വേണ്ടിയാണ്. യാ റസൂലല്ലാഹ്, ഹബീബ് സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ ശരീഫിന്റെ അകത്തളത്തിൽ നിന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ വിളിക്കുകയാണ്. അപ്പോഴേക്ക് എതിരാളികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു മാത്രമല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ജന്നത്തുൽ ബഖീഇൽ ഖബറടക്കാൻ പോലും അവർ അനുവദിച്ചില്ല. ജന്നത്തുൽ ബഖീഇന്റെ പുറത്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയത്. പിൽക്കാലത്ത് ജന്നത്തുൽ ബഖീ വികസിച്ചപ്പോൾ അതിന്റെ ഉള്ളിലേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഉൾപ്പെടുകയായിരുന്നു. ബഖീ എത്ര വിശാലമാക്കിയാലും അതിന്റെ പവിത്രതയുണ്ടാകുമെന്ന് കാലേ കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചു. അതുകൊണ്ട് ബഖീഇന്റെ മഹത്വം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നഷ്ടപ്പെടുകയില്ല. അപ്പോൾ ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അപ്പോൾ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഇത്രയും തീക്ഷ്ണമായ പരീക്ഷണങ്ങളുടെ നടുവിൽ നിലനിൽക്കുകയാണോ, അതല്ല ആത്മീയ ലോകത്തേക്ക് വരുന്നോ ഉസ്മാനേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇനി ഇവിടുത്തെ ജീവിതത്തിൽ എനിക്ക് താല്പര്യമില്ല, അവിടുത്തെയുടെ സവിധത്തിലേക്ക് വരികയാണ് നബിയേ. അപ്പോഴാണ് ഒരു സ്വഹാബിയുടെ മകൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ താടിക്ക് പിടിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൈ ഉയർത്തി അടിച്ചില്ല, ആക്ഷേപിച്ചില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മോനെ, മോന്റെ വാപ്പ ജീവിച്ചിരുന്നെങ്കിൽ എന്റെ മുഖത്ത് ചുംബനം നൽകുമായിരുന്നു, എന്നെ ബഹുമാനിക്കുമായിരുന്നു, എന്നെ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. മോൻ ഇങ്ങനെ ആയിപ്പോയോ? അപ്പോഴാണ് ആത്മീയതയുടെ നിറവും അതുപോലെ തന്നെ ദുരയുമുള്ള മഹാനായ സ്വഹാബി പുത്രൻ പറയുന്നു, ക്ഷമിക്കണേ ഉസ്മാൻ തങ്ങളെ, ഞാൻ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിപ്പോയ ആളാണ് എന്ന് പറഞ്ഞ് ചാരത്തേക്ക് മാറിയിരുന്ന് കരയുമ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമർപ്പിക്കപ്പെടുകയാണ്. ഹബീബിൽ നിന്നുള്ള മെസ്സേജ് ലഭിച്ചുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖിലാഫത്തിന്റെ അവസാനത്തിൽ ലോകത്തോട് യാത്ര ചോദിക്കുന്നത്. ഇനി നോക്കൂ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അവിടുത്തെയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ മദീനയിൽ നിന്നാണ് ഓർഡർ വരുന്നത്. എന്തു ചെയ്യണമെന്ന് ഓർഡർ. വിശന്നനായി മദീനത്തെ പള്ളിയിൽ കിടക്കുമ്പോ രാത്രി ഭക്ഷണം കൊടുത്തതാരാണ്? ലാലിഉ മുഹബ്ബത്തിർ റസൂൽ എന്ന ഗ്രന്ഥത്തിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് ബിദായ വന്നിഹായിൽ എഴുതിയിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം അവിടുന്ന് തദ്കിറത്തുൽ മുഹിബ്ബീനിലുണ്ട്. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ സംഭവം ഇമാം ഫഖറുദ്ദീൻ റാസി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു രാത്രി കിടന്നുറങ്ങുമ്പോ വരുന്നു സാഹിബു തർഫിൽ കഹീൽ വൽ ഖദ്ദിൽ ലസീൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയുകയാണ്, ഓ അലി ഇബ്നു അബീ ത്വാലിബേ, ഈ ഭക്ഷണം അവിടുന്ന് കഴിച്ചോ? അലി റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചിട്ടുണ്ട്. ഇമാം അബ്ദുർ റസാഖ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗികമായ നിവേദനങ്ങൾ മുസന്നഫിൽ. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 4 ഖലീഫമാരുടെ കാലത്തും കൺട്രോൾ ഹബീബിന്റെ മദീനയിലാണ്. 4 ഇമാമീങ്ങളുടെ കാലത്തും നിയന്ത്രണം ഹബീബിന്റെ കയ്യിലാണ്. 2 അഖീദയുടെ ഇമാമുകളുടെയും നിയന്ത്രണം ഹബീബിന്റെ കയ്യിലാണ്. ഉദാഹരണങ്ങൾ ഓരോന്നിനും പറയാനുള്ള സമയമില്ല. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇമാമായതെങ്ങനെ? മദീനത്തെ ഖബർ ശരീഫിൽ നിന്ന് കോരി നെഞ്ചത്തേക്കിടുന്ന സ്വപ്നമാണ്.
അന്നുള്ള പണ്ഡിതന്മാര് പറയുന്നു അത് മദീനയിലെ രാജാവിന്റെ ജ്ഞാന സമ്പാദനമാണ്, അവിടുന്നുള്ള സമ്മാനമാണ്. ആരാണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ട സമ്മാനങ്ങൾ സ്വീകരിച്ച മഹാനാണ്. മൂന്നാമത്തെ ഇമാമ് നമ്മുടെ ഇമാമായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ആരാണ്? 10ാം വയസ്സിൽ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. അപ്പോൾ ചോദിക്കുന്നു മിൻ അയ്യറഹത്തിൻ, ഓ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് മുഹമ്മദേ? അപ്പൊ ശാഫിഈ ഇമാം തങ്ങൾ പറയുന്നു തങ്ങളുടെ വിഭാഗത്തിലുള്ള ആളാണ്. ഉടനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീര് ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം തങ്ങളുടെ നാവിലേക്ക് വായിലേക്ക് സമ്മാനിച്ചതിനു ശേഷം ഒരൊറ്റ ഹദീസും വായിച്ചപ്പോൾ പിന്നെ പിഴച്ചിട്ടില്ല. ഒരൊറ്റ വരിയും കവിതയും ധരിക്കുമ്പോൾ പിന്നെ മാറിപ്പോയിട്ടില്ല. അത്രയും കൃത്യമായി ഹബീബിന്റെ മധുരം ലഭിച്ച മഹാനാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ആരാണ്? 4ാമത്തെ മദ്ഹബിന്റെ ഇമാമാണ് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബ് ശാഫിഈ. നേരത്തെ ഞാൻ പറഞ്ഞ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നുൽ ജൗസി അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ചരിത്രം എഴുതിയിട്ടുണ്ട്. അതിൽ വിശദമായി എഴുതിയതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധമാണ് അഹ്മദ് ബിൻ ഹംബൽ ശൈബാനിക്ക് ധൈര്യം നൽകുന്നതെന്ന് മാത്രമല്ല, ചാട്ടവാറുകൊണ്ട് അടികൊണ്ട് അടിതെറ്റി വീഴാനെടുക്കുമ്പോഴും മദീനയിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറയുന്നു, അബൂ അബ്ദില്ലാ ആദർശം മാറ്റി പറയല്ലേ, മദീനയിൽ നിന്ന് ഹബീബ് പറഞ്ഞു വിട്ടതാ. ഇങ്ങനെ 4 ഇമാമീങ്ങളും അവരുടെ വൈജ്ഞാനിക ലോകത്തെ നിയന്ത്രണങ്ങൾ മുഴുവനും എവിടെന്നാണ്? മദീനയിൽ നിന്നുള്ള കൺട്രോളാണ്. കാരണം ലോകത്തിന്റെ മുഴുവനുമുള്ള നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാൾ വരെയുള്ള മാനവികതയുടെ നേതൃത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നൽകിയിരിക്കുകയാണ്. ഇനി ബഹുമാനപ്പെട്ട ഇമാമുൽ അശ്അരി റളിയല്ലാഹു അൻഹു ആരാണ്? ഈ പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതൃത്വത്തിലേക്ക് അശ്അരി ഇമാം തങ്ങൾ വരാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിലെ 3 10-ലും വന്നിട്ട് ആവശ്യപ്പെട്ടതാണെന്ന് തബീനു കദിബിൽ മുഫ്തരി എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു അസാക്കിർ രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണാം. കാരണം വിളിക്കുന്നതാരെയാണ്? ഹബീബ് വിളിക്കുകയാണോ അബുൽ ഹസനേ, സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണേ. ഇനിയാണ് വരുന്ന കാലം 6 ഹദീസിന്റെ ഇമാമീങ്ങളുടെ കാലം, 4 ഇമാമീങ്ങളുടെ കാലശേഷമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി രചിച്ചത് മദീനയിൽ നിന്നുള്ള സമ്മതത്തോടെയാണ്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം നൈസാബൂരിയുടെ രചന മദീനയിൽ നിന്നുള്ള സമ്മതമാണ്. 6 ഹദീസ് ഗ്രന്ഥങ്ങളുടെയും വ്യാഖ്യാനങ്ങൾ നിങ്ങൾ നോക്കിക്കോ, എവിടെയെങ്കിലും ഒരു സ്ഥലത്തു കാണാം അൽ മദ്ഖൽ എന്ന കുവൈത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു സീരീസ് ഉണ്ട്. സ്വഹീഹുൽ ബുഖാരിയും അതിന്റെ രചയിതാവും സ്വഹീഹു മുസ്ലിമും അതിന്റെ രചയിതാവും അതുപോലെ സ്വഹാഹിന്റെ ഇമാമീങ്ങളെ മുഴുവനും അടയാളപ്പെടുത്തി ചരിത്രം പറയുമ്പോ എല്ലാവരുടെയും ബന്ധം ഇലാ മദീനത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. ഇനി നോക്കൂ, ഞാൻ വേഗമങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇതെല്ലാം ഓരോ ദിവസം പറയാൻ മാത്രം വിസ്തൃതിയുള്ള വിഷയങ്ങളാണ്. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇമാമുകളെ കുറിച്ച് മാത്രം പറഞ്ഞ 15 മണിക്കൂർ CD നിങ്ങൾക്കൊക്കെ ലഭിക്കുന്നതാണ്.
4 മദ്ഹബിന്റെ ഇമാമുകളെയും അതിൽ ലളിതമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകത്തിന്റെ നേതാവ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഇടപെടുകയാണ്. അപ്പോൾ പറയും, അല്ല, ഇമാം ബുഖാരി തങ്ങളെ വിമർശിച്ചവരില്ലേ, വിമർശിച്ചവര് ചരിത്രത്തിൽ നിന്ന് നീങ്ങിപ്പോയതല്ലാതെ ഇമാമിന്റെ അഡ്രസ് കുറഞ്ഞിട്ടില്ല. ഇമാം അശ്അരി തങ്ങളെ എതിർത്തവരില്ലേ, എതിർത്തവര് പത്തിമടക്കി എന്നല്ലാതെ ഇമാമുൽ അശ്അരി തങ്ങളുടെ വിലാസം പോയിട്ടില്ല. ഇമാം ശാഫിഈ തങ്ങൾക്ക് എതിരാളികൾ ഉണ്ടായിരുന്നു, ഇമാം അബൂ ഹനീഫ തങ്ങൾക്ക് എതിരാളികൾ ഉണ്ടായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങളെ തല്ലി പഴുപ്പിച്ചിട്ട് ഒരു നാര് പോലെയായി. ഇത് അനസിന്റെ മോനാണോ എന്ന് ചോദിക്കുന്ന വിധത്തിൽ അതാ മഹാനവറുകൾ മെലിഞ്ഞു പോയി എന്ന് അതാ ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയില്ലേ. അങ്ങനെയാണ് ഇമാം മാലിക് തങ്ങൾ ജയിലറിയിൽ കിടന്ന് ചാട്ടവാറുകൊണ്ട് അടിവാങ്ങിയെങ്കിലും ഇമാം മാലിക് തങ്ങളുടെ വിലാസം നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ പീഡനം അനുഭവിക്കുക, എതിരാളികൾ ഉണ്ടാവുക, വിമർശനങ്ങൾ നേരിടുക, ആരോപകന്മാരെ അതിജയിക്കുക, ഇതെല്ലാം ഈ പറയപ്പെട്ട ഇമാമിയങ്ങൾക്ക് മുഴുവനുമുണ്ട്. പക്ഷേ എതിർത്തവരെ ചരിത്രം മറന്നുപോയി, വിമർശിച്ചവരെ ചരിത്രം മറപ്പിച്ചു കളഞ്ഞു. ഇമാമിയങ്ങൾ ഊതിക്കാച്ചിയ പൊന്നുപോലെ ജ്വാലയോടെ പ്രഭാവത്തോടെ ഉയർന്നു നിൽക്കുകയാണ്. ഇമാം മാതുരീദി തങ്ങളെയും വിമർശിച്ചവരുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം മാതുരീദി റളിയല്ലാഹു അൻഹുവിനും എതിരാളികൾ ഉണ്ടായിരുന്നു. പക്ഷേ കറകളഞ്ഞ അഖീദ കൊണ്ട് അതിജയം വരിച്ച് മുന്നോട്ട് വന്ന മഹാനാണ്. ഇനി ഇങ്ങോട്ട് വന്നോ, ഒരുപാട് ചരിത്രം പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് വരുമ്പോ ഇന്ത്യ മഹാരാജ്യത്തേക്ക് വന്നാൽ ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശം മദീനയിൽ നിന്നുള്ളതാണ്. ഇന്നത്തെ 3 രാജ്യമായി വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയിലേക്ക്, അഥവാ അന്നത്തെ ഇന്ത്യയിലേക്ക് ഇസ്ലാമിക ദഅവത്ത് കൊണ്ടുവന്ന മഹാനാണ് ഖാജായെ ഖാജിക ഖാജാ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ. മഹാനവർകൾക്ക് വെളിപാട് ലഭിച്ചത് എവിടെ നിന്നാണ്? മദീന से झलक बगदाद पहुंच गई. മദീനയിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് ബഗ്ദാദിലെത്തിയതാണ്. ആ ബഗ്ദാദിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ തങ്ങൾ ഇന്ത്യയിലേക്ക് അജ്മീറിലേക്ക് വരുന്നത്. ആ ഖാജാ തങ്ങളെയും അജ്മീറിലേക്ക് പറഞ്ഞു വിട്ടത് ഹാറൂനി തങ്ങളെന്ന ഉസ്താദിന്റെ കൂടെ സിയാറത്തിന് ചെന്നപ്പോ മദീനയിൽ വിശ്രമിക്കുന്ന രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ മദീനയിൽ നിന്ന് വളരെ ആത്മീയമായ വെളിച്ചം സ്വീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞകാല ഇമാമിയങ്ങൾ മുഴുവനും, കഴിഞ്ഞ കാലഘട്ടത്തിൽ വന്ന ഇസ്ലാമിക ദഅവത്തിന്റെ കേന്ദ്രങ്ങൾ മുഴുവനും പ്രവർത്തിച്ചത്. എന്നാൽ ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയും ബംഗ്ലാദേശും പാകിസ്ഥാനും അടങ്ങുന്ന 3 രാജ്യങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുമ്പോ അതിന്റെ അമരത്തു നിന്നതാരാണ്? അത്വാഉർ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മാനമാണ് ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു. നിങ്ങൾ ഈ ഇന്ത്യ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കിയാലോ, ഡൽഹിയിലുള്ള ബഹുമാനപ്പെട്ട ബഖ്തിയാരുൽ കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹു ആരാണ്? അഖ്ബാറുൽ അഖ്യാർ എന്ന ഇമാം ദഹ്ലവിയുടെ ഗ്രന്ഥം വായിച്ചാൽ അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ പവിത്രമായ മദീനയോടുള്ള ബന്ധമാണ് ബഹുമാനപ്പെട്ട ബഖ്തിയാരുൽ കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹുവിനെ അങ്ങേറ്റത്തെ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ബഖ്തിയാരുൽ കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹുവിനെ പദവിയിലേക്ക് ഉയരാനുള്ള കാരണം എന്താ?
ബഹുമാനപ്പെട്ട ഇമാം ദഹ്ലവി രേഖപ്പെടുത്തുന്നു അഖ്ബാറുൽ അഖ്യാറിൽ, ഒരു ദിവസം അയൽവാസിയായ നാട്ടുകാരനായ വലിയ മഹാൻ വന്ന് ചോദിക്കുകയാണ്, അല്ലയോ എനിക്കൊരു പരാതി എത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ എന്റെ അടുക്കൽ ഒരു പരാതി വന്നിട്ടുണ്ട്. 3 ദിവസമായി ബഖ്തിയാറിൽ കാക്കി ദഹ്ലവി മഹാനവറുകളുടെ അടുക്കൽ നിന്ന് എനിക്ക് പതിവായി കിട്ടാറുള്ള സമ്മാനം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നബിയെ എന്താണ് അവിടുന്ന് തരാറുള്ളത്? എല്ലാ ദിവസവും സ്വലാത്താകുന്ന സമ്മാനം എനിക്ക് നൽകാറുണ്ട്. പക്ഷേ ഈ 3 ദിവസമായി എനിക്ക് എത്തിച്ചേരുന്നില്ല. അപ്പോഴീ വന്നു പറഞ്ഞ മഹാനോട് ബഹുമാനപ്പെട്ട ബഖ്തിയാർ ദഹ്ലവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ദിവസേന 3000 സ്വലാത്ത് ചൊല്ലുന്ന ആളായിരുന്നു. ആ 3000 സ്വലാത്ത് ചൊല്ലുന്ന ആൾ പക്ഷേ വിവാഹം കഴിച്ചപ്പോ അതിന്റെ ആദ്യത്തെ 3 ദിവസങ്ങളിലായപ്പോ സ്വലാത്ത് ചൊല്ലാൻ എനിക്ക് കഴിയാതെ പോയി. ഹബീബ് ഇത് മുഴുവനും അറിഞ്ഞു രേഖപ്പെടുത്തി പോയോ. അന്ന് മുതൽ ഞാൻ എന്റെ സ്വലാത്തിന് കൃത്യത പാലിക്കുകയും ഏറെ സ്വലാത്ത് ചൊല്ലുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ന് നിങ്ങളെല്ലാവരും വരുന്ന അവസ്ഥയിലേക്ക് എത്തിയതെന്ന് അഖ്ബാറുൽ അഖ്യാറിലൂടെ വിശദീകരിക്കുമ്പോ ബഖ്തിയാറിൽ കാക്കി ദഹ്ലവി തങ്ങളെ അങ്ങ് തലസ്ഥാന നഗരിയിൽ നിയന്ത്രണത്തിന് ഏൽപ്പിച്ചതാരാണ്? മദീനയിലെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇനി നിങ്ങൾ നോക്കൂ, നിസാമുദ്ദീൻ ഔലിയ റളിയല്ലാഹു അൻഹു ആരാണ്? അല്ലാമത്തുൽ ഫിർദൗസി റളിയല്ലാഹു അൻഹു ആരാണ്? അവരാണ് ഉത്തരേന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളിലും ഇസ്ലാമിക ദഅവത്ത് നടത്തിയത്. അല്ലാമത്തുൽ മുനീരി റളിയല്ലാഹു അൻഹു ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട മഹാനാണ്. ബീഹാറിൽ ഇസ്ലാമിക പ്രചരണം നടത്തിയ മഹാനാണ്. അതുപോലെ തമിഴ്നാട്ടിലും ഓരോ സ്റ്റേറ്റുകളുടെയും ചരിത്രം നമ്മൾ പഠിച്ചാൽ സാധുവായ ഞാനത് ലളിതമായ ഒരു വിശദീകരണം ഔലിയാക്കളുടെ സാന്നിധ്യം ഇന്ത്യൻ ചരിത്രത്തിൽ എന്ന പേരിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഓരോ സംസ്ഥാനങ്ങളിലും ഇസ്ലാമിക ദഅവത്ത് നടത്തിയ ഔലിയാക്കൾ ആരാണ്? സ്വാലിഹീങ്ങൾ ആരാണ്? അവരെല്ലാവരും ചെല്ലുന്നത് എവിടേക്കാണ്? ഇലാ മദീനത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്കാണ്. കാരണം എന്താ? സുബ്ഹ് ത്വയ്ബാ में हुई बढ़ता है बाला नूर का, खुसरवी अच्छी लगी ना पैरवी अच्छी लगी, हम फकीरों को मदीने की गली अच्छी लगी. അധികാരമല്ല, അഭിജാത്യമല്ല, അംഗീകാരമല്ല, മദീനയിലെ ഒരിടവഴിയാണ് ഞങ്ങൾക്ക് അമൂല്യമെന്ന് പറഞ്ഞ മഹാന്മാരാണ് ലോകത്തുള്ള ഇസ്ലാമിക ദഅവത്തിന്റെ അമരത്ത് മുഴുവനും നിയന്ത്രണം നടത്തിയതെങ്കിൽ ആ മഹാന്മാരുടെ മഹബ്ബത്തിന്റെ പ്രപഞ്ചമാണ് ഇവിടെ തുടർന്നു പോരുന്നത്. ഓരോ ലോകത്തും നോക്കോ, ആത്മീയതയുടെ നിയന്ത്രണം മഹാന്മാരുടെ കയ്യിലാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ ഉയർന്നു നിൽക്കുന്ന ദർഗകൾ ഔലിയാക്കളുടേത്. അതുപോലെ തന്നെ മഹാന്മാരുടെ സ്മരണകൾ നിലനിൽക്കുമ്പോ ചില ആളുകൾക്ക് ഇതിനെയൊക്കെ കുറ്റമായി പറയുന്നവരാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാനിന്റെ തലസ്ഥാനമായി പറഞ്ഞ യമനുണ്ടല്ലോ, അൽ ഈമാനു യമാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് 3 തവണ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു കൊടുത്ത യമനിലേക്ക് പോയി നോക്കിയാൽ യമനിന്റെ
സാംസ്കാരിക തലസ്ഥാനമായ ആസിമത്തു തഖാഫത്തുൽ ഇസ്ലാമിയ ഹദറമൗത്ത് എന്ന സ്ഥലത്തേക്ക് ചെന്നാൽ ജംബൽ എന്ന ഖബർസ്ഥാനുണ്ട്. ആ ഖബർസ്ഥാനിൽ മാത്രം 300 മഹാന്മാരുടെ മഖ്ബറയാണ്. അവിടെയാണ് ഫഖീഹുൽ മുഖദ്ദമ തങ്ങൾ കിടക്കുന്നത്, അവിടെയാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ കിടക്കുന്നത്, അവിടെയാണ് അബൂബക്കർ സക്രാൻ തങ്ങൾ കിടക്കുന്നത്, അവിടെയാണ് ഉമറുൽ മുഖ്താർ തങ്ങൾ കിടക്കുന്നത്. അതുപോലെ ഒരുപാട് ആത്മീയ നേതാക്കന്മാർ 4 അഖ്താബുകൾ അവിടെ വിശ്രമിക്കുന്നുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. ഇദാമുൽ ഖൂത്ത് പോലെ ഹദറമൗത്തിന്റെ ചരിത്രം പറയാൻ ബഹുലമായ ഗ്രന്ഥങ്ങളുണ്ട്. കണക്കിന് ഗ്രന്ഥങ്ങൾ ഹദറമൗത്തിനെ കുറിച്ച് മാത്രം പറയാനുണ്ട്. അവിടേക്ക് ചെന്നാൽ വളരെ മനോഹരമായി പണ്ഡിതന്മാരുടെ പരിചരണമാണ് മഖബറയിൽ കാണുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും സുബഹി നിസ്കാരം കഴിയുമ്പോ വിപുലമായ സിയാറത്താണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഫാത്തിഹയോ ഒരു യാസീനോ ഓതിയിട്ട് പോകുന്ന സിയാറത്തല്ല. ഓരോ മഹാന്മാരുടെയും ഖബറിന്റെ അടുക്കൽ ഇന്നത് ഓതണമെന്ന വദീഫ മുൻകാല ആളുകൾ ചെയ്തിട്ടുണ്ട്. ഫഖീഹുൽ മുഖദ്ദമ തങ്ങളുടെ അടുക്കൽ യാസീനാണ് ഓതുന്നത്. ഉമർ മുഹ്താർ തങ്ങളുടെ അടുക്കൽ ആയത്തുൽ കുർസിയാണ് ഓതുന്നത്. അബൂബക്കർ സക്രാൻ തങ്ങളുടെ അടുക്കൽ ഇരുന്നിട്ട് യാസീനാണ് ഓതുന്നത്. പിന്നീട് അബ്ദുല്ലാഹ് ഇബ്നു അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഇരുന്ന് യാസീൻ ഓതിയിട്ട് ഖുതുബുദ് ദഅവത്തി വൽ ഇർഷാദ് ആയതുകൊണ്ട് അവിടെ അല്പസമയം ഇൽമിന്റെ ദർസ് നടത്തിയിട്ടാണ് പോകുന്നത്. എന്നിട്ട് കൃത്യമായ ഒരു ടൈം ടേബിൾ പ്രകാരം മുൻഗാമികൾ ചെയ്തതനുസരിച്ചുകൊണ്ടാണ് 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന സിയാറത്ത് പണ്ഡിതന്മാരുടെയും മുതഅല്ലിമീങ്ങളുടെയും ഉമറാക്കളുടെയും നേതൃത്വത്തിൽ എല്ലാ ആഴ്ചയും അവിടെ നടക്കുന്നുണ്ട്. അവിടെ മഖബറകളിൽ വിപുലമായ ഉറൂസുകളുണ്ട്, ആത്മീയ വേദികളുണ്ട്. ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ മഖബറ അതിന്റെ സമീപമാണ്. മുഹാജിർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അതിന്റെ വഴിയിലേക്ക് പോകുന്നിടത്താണ്. ഉവൈസ് ഇബ്നു ആമിർ തങ്ങളെ പോലെ മറ്റൊരു ഉവൈസുൽ ഖർനി യമനിൽ ഉണ്ടായിരുന്നു. മഹാനവറുകളുടെ ഖബർ നമുക്ക് കാണാവുന്നതാണ്. അദനിൽ ചെന്നാൽ അബൂബക്കർ അദനി എന്ന് പറയുന്ന മഹാനായ ഇസ്ലാമിക് ദാഇ അതാ നമ്മുടെ ബഹുമാനപ്പെട്ട സിഎം വലിയുള്ളാഹി മഹാനവറുകളുടെ ഒക്കെ മഖബറ കെട്ടി പരിപാലിച്ചതുപോലെ പരിപാലിച്ചുകൊണ്ട് മഖബറകൾ പരിരക്ഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ സഹപാഠിയുടെ ഖബർ അതാ ഒരു പ്രദേശത്ത് ചെല്ലുമ്പോൾ കടപ്പുറത്ത് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ വന്നിരുന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അൽഫിയ എന്ന കിതാബ് ബറക്കത്തിന് വേണ്ടി ചൊല്ലിപ്പഠിക്കാറുണ്ട്. ആജറൂമിയ എന്ന ലോകപ്രസിദ്ധമായ അറബി വ്യാകരണ ശാസ്ത്ര ഗ്രന്ഥമുണ്ട്. അതിന് ഒരുപാട് ഇമാമിയങ്ങൾ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. വ്യാഖ്യാനം എഴുതിയ ഇമാമിയങ്ങളുടെ ലിസ്റ്റ് കിതാബിനേക്കാൾ വലുതാണ്. ആ ഗ്രന്ഥത്തിന്റെ രചയിതാവിന്റെ ഖബറിന്റെ അടുക്കൽ പോയി ആ നഹ്വിന്റെ കിതാബ് അവിടുന്ന് ഓതി തീർക്കാറുണ്ട്. അതുകൊണ്ട് ഇൽമിന്റെ ബസീറത്ത് കിട്ടുമെന്ന വിശ്വാസവും സ്വീകാര്യതയും ഉള്ളതാണ്. ഇതുപോലെ ഔലിയാക്കളുടെയും ആലിമീങ്ങളുടെയും എല്ലാം ഖബറുകൾ അതാ യമനിൽ വിപുലമായി നിലനിൽക്കുമ്പോ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന് നിരവധി കിതാബുകളുണ്ട്. അതിൽ ഒരു കിതാബാണ് ഐനിയ എന്ന കിതാബ്. അതിൽ മഹാനവറുകൾ 4 പേരെ അതിന്റെ വ്യാഖ്യാനം ഇമാമുൽ ഹദറമി എഴുതിയിട്ടുണ്ട്. അതിൽ 4 മഹാന്മാരെ പറയുന്നുണ്ട്. എന്തെന്നറിയുമോ? അവര് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യൂ എന്ന് പറയുമ്പോ മദീനത്ത് ഖബറിൽ കിടക്കുന്ന നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു വഅലൈക്കുമുസ്സലാം. അതിൽ ഒരാളുടെ പേര് അബൂബക്കർ എന്നാണ് മഹാന്റെ പേര്. നിങ്ങൾ ഐനിയെ ഒന്ന് വായിച്ചു നോക്കിയാൽ കാണാവുന്നതാണ്. യമനിൽ ഇരുന്നു കൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യൂ എന്ന് പറയുമ്പോ മദീനയിൽ കിടക്കുന്ന രാജാവ് മാമിൻ അഹദി യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ റൂഹി ഫറദ്ദു അലൈഹിസ്സലാം. ഇമാം അഹ്മദ് ഉദ്ധരിച്ച നിവേദനമില്ലേ? അങ്ങനെ പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
മദീനയുടെ റൗളത്തുൽ മുശറഫയുടെ ചാരത്തുള്ള ഖബറു ശരീഫിൽ കിടന്ന് ഇപ്പോഴും സലാം മടക്കുന്നു. കേട്ട 12ഓളം മഹാന്മാരെ നമുക്ക് വായിക്കാവുന്നതാണ്. സഹകാരികളായ സാദാത്തീങ്ങളെ കുറിച്ച് അവരുടെ ജീവചരിത്രം എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പറയാണ്, സാദാത്തീങ്ങളിൽപ്പെട്ട പലരെയും എനിക്കറിയാം. അവർ അത്തഹിയ്യാത്തിൽ നിന്ന് സലാം പറയുമ്പോ മദീനയിലെ രാജാവ് സലാം മടക്കുന്നു. ഒരിക്കൽ എന്റെ കൂട്ടുകാരനായ സയ്യിദ്, ഞാൻ എപ്പോ പോയാലും തങ്ങന്മാരെ കൂട്ടിയിട്ടേ മദീനത്ത് പോകാറുള്ളൂ. അങ്ങനെ എന്റെ കൂട്ടുകാരനായ സയ്യിദ് അത്തഹിയ്യാത്തിൽ കുറെ നേരമങ്ങ് നീണ്ടുപോയി. ഞാൻ ചോദിച്ചു, എന്തേ തങ്ങളെ ഇന്ന് അത്തഹിയ്യാത്ത് ഇത്ര നീണ്ടുപോയത്? ഓ അഹ്മദേ, മറ്റൊന്നുമല്ല, ഞാൻ എല്ലാ ദിവസവും അത്തഹിയ്യാത്തിൽ നിന്ന് അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ എന്ന് പറയുമ്പോ മദീനത്ത് നിന്ന് സലാം മടക്കാറുണ്ട്. ഇന്നത് കിട്ടാൻ വൈകിപ്പോയതാണ്. കിട്ടുന്നത് വരെ ഞാൻ ഇരുന്ന് സലാം പറഞ്ഞതാണ്. ഇതൊക്കെ ആത്മീയ ലോകത്തിന്റെ അനുഭവങ്ങൾ ഇമാമീങ്ങൾ രേഖപ്പെടുത്തി വെച്ചതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് ഇത് സ്വീകരിക്കാൻ പറ്റുന്നതാണ്. അത്രത്തോളം സ്വീകാര്യരായ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ലോകപ്രസിദ്ധ പണ്ഡിതന്മാരാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് മഹാനവറുകൾ പറയാണ്, ഒരാളുടെ മുമ്പിലും പോയി ഇൽമിന്റെ മസല ചോദിക്കാൻ ഇങ്ങനെ യാചിച്ചു നിൽക്കേണ്ട അവസ്ഥ എനിക്കുണ്ടായിട്ടില്ല. കാഴ്ചയില്ലെങ്കിലും ഖൽബിന്റെ ബസീറത്ത് കിട്ടിയ മഹാനാണ് ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. ചെറുപ്പകാലത്തു തന്നെ 200 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച മഹാനാണ്. ആ പള്ളി ഇന്നും മസ്ജിദുൽ ഹദ്ദാദ് എന്ന പേരിൽ യമനിൽ പരിപാലിക്കപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെയാണ് ആത്മീയ ലോകത്തുള്ള എല്ലാ ആളുകളും അതാതു കാലങ്ങളിൽ മദീനയിൽ നിന്നുള്ള നിർദ്ദേശത്തോടെയാണ് അവരവരുടെ ചലനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള നേതൃത്വം, ഇന്ന് നമ്മുടെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അജയ്യമായ നമ്മുടെ സാരഥ്യം അവരുടെ പിൻഗാമികളാണ്. മുഹമ്മദ് ബിൻ അലവി അൽ മാലിക്കി തങ്ങൾ മക്കയിൽ നിന്ന് വന്ന് മർക്കസിന് ശിലാസ്ഥാപനം നടത്തുന്നു. അതിന്റെ തുടർച്ചയാണത്. കാരണം സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾ ഫത്ഹുൽ മുഈൻ രചിച്ചപ്പോ സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾക്ക് ദർസ് നടത്തി കൊടുക്കാൻ മക്കത്തുനിന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളാണ് വന്നത്. അതിന്റെ ആവർത്തനമാണ് മർക്കസിന്റെ ശിലാസ്ഥാപനത്തിന് മാലിക്കി തങ്ങൾ വരുന്നത്. വരാൻ നേരെ ചോദിക്കുന്നത് ഹബീബായ നബി തങ്ങളോടാണ്. സമ്മതം കിട്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കാരണം ഇന്നത്തെയും ഇസ്ലാമിക ദഅവത്തിന്റെയും ആത്മീയ ലോകത്തിന്റെയും നിയന്ത്രണം ഹബീബിന്റെ മദീനയിലാണ്. നാളെ അതുകൊണ്ടാണ് നമ്മുടെ സാദാത്തീങ്ങളെ ആദരിക്കുന്നത്. നാളെ അതുകൊണ്ടാണ് നമ്മുടെ അലിമീങ്ങളെ ആദരിക്കുന്നത്. അവര് മദീനയിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശത്തിലൂടെയും ഹബീബിന്റെ സന്നിധാനത്തിൽ നിന്ന് ലഭിക്കുന്ന പവിത്രമായ സന്ദേശങ്ങളിലൂടെയും ഈ സമൂഹത്തെ നയിക്കുന്നവരാണ്. അതുകൊണ്ട് എന്റെ മുഹിബ്ബീങ്ങളെ, ഞാൻ ഓട്ട പ്രദക്ഷിണത്തോടെ പോയതാണ്. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു നിർദ്ദേശം കൊടുത്തത് ആരാണ്? വായിക്കൂ നിങ്ങൾ അൽ-അലാം സീരീസിൽ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രം. അവിടെ കാണാം ഹബീബിന്റെ നിർദ്ദേശമാണ്. അവസാനം സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ ചെയ്തത് എന്താണെന്നറിയുമോ? കിതാബ് വായിക്കാണെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളാണ്. വേദിയിലുള്ളത് കൊണ്ട് കടപ്പാട് പറയുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അപ്പോൾ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു വഫാത്താകാൻ നേരം അതാ പണ്ഡിതനായ ഖുർആൻ പാരായണം നടത്താൻ പറ്റുന്ന ഒരു മഹാനെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് ഖുർആൻ ഓദിക്കുകയാണ്. അവസാനം അതാ
തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് എന്ന ആയത്ത് കേൾക്കുമ്പോൾ പറഞ്ഞു നിർത്തിക്കോളൂ. ഇതെന്റെ മടക്കത്തിന്റെ സമയമാണ്. ഞാനിവിടെ കുരിശ് യുദ്ധത്തിനെതിരെ അഥവാ കുരിശ് യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്ന് ഖുർആൻ ഉയർത്തിയിട്ട് സമരം ചെയ്തപ്പോഴെല്ലാ ശക്തിയും നൽകിയ റബ്ബ് അവന്റെ തൗഫീഖ് കൊണ്ടാണ് ഞാൻ സേവനം ചെയ്തത്. അവനിലേക്കാണ് ഞാൻ മടങ്ങേണ്ടത്. ഇതെന്റെ സമയമാണ്. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു അതാ ഇമയടച്ചുകൊണ്ട് യാത്രയായി. ലിബിയൻ വിപ്ലവത്തിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് മുസ്ലിം സമുദായത്തെ നയിച്ച ബഹുമാനപ്പെട്ട ഉമർ മുഖ്താർ റളിയല്ലാഹു അൻഹു ആരാണ്? ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഹബീബിനോട് പ്രണയം പറഞ്ഞ മഹാനാണ്. സമീപകാലത്ത് അതിനെക്കുറിച്ച് നല്ലൊരു പഠനം സ്വല്ലാബി എന്ന അറബി പണ്ഡിതൻ എഴുതിയിട്ടുണ്ട്. അതിൽ വിശദമായി പല കിതാബിന്റെയും ഉദ്ധരണികൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ മഹാനവർകളുടെയും വിജയത്തിന്റെ രഹസ്യം എന്താണ്? മദീനത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, നമ്മുടെ കയ്യിൽ ഒരു അമലുമില്ല. ഒന്നും പ്രതീക്ഷിക്കാൻ അർഹതയുള്ള ആരാധനകൾ കരുതി വെച്ചവരല്ല. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. സിവാ മഹബ്ബതികൽ ഉളമാ വഈമാനി. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചു എന്നല്ലാതെ, അവിടുത്തെ അഹ്ലുൽ ബൈത്തിനെ സ്നേഹിച്ചു എന്നല്ലാതെ, അവിടുത്തെ അലിമീങ്ങളെ ആദരിച്ച് സേവനം ചെയ്തു എന്നല്ലാതെ നമ്മുടെ കയ്യിൽ ഒന്നും കരുതിയിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, നമുക്ക് മടങ്ങാം ഇലാ മദീനത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ഖ് വെക്കണം. ആ ഇഷ്ഖിലായി മുന്നേറണം. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഹബീബിനെ ഒന്ന് കാണാൻ കഴിയണം. എത്ര ഇമാമിങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുപോയത്. ജാമിഉൽ കറാമാത്തിൽ ഔലിയുടെ 2-ാം വാള്യത്തിൽ തന്നെ 50-ലേറെ ആളുകളില്ലേ? ഞാൻ പറയുന്ന കണക്ക് കൃത്യമല്ല, 50-ലേറെ ആളുകളെ കാണാം. അവരെല്ലാം ഹബീബിനെ കണ്ടുപോയി. സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു നൈഫൻ വസബഈന മറ 70-ലേറെ തവണയാണ് കണ്ടത്. ഒരു നിവേദനത്തിൽ അത് യഖ്ളത്തിലാണെന്നും വായിക്കാവുന്നതാണ്. ഏതായാലും മനാമിൽ കണ്ടുപോയി. ചില ആളുകൾ റസൂലുള്ളാഹിന്റെ സ്വപ്നങ്ങളിൽ കാണുന്നതിനെ ആക്ഷേപിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് ഇസ്ലാമിക ലോകത്ത് അംഗീകാരമില്ല. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റില്ല എന്ന് വാദിച്ച ഒറ്റ ഒരാളേ ഉള്ളൂ. അതാരാണ്? ഇബ്നു തൈമിയ്യത്തുൽ ഹർവാനിയാണ്. കാരണം അയാൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാവുകയില്ല. അതേ സമയത്ത് നമ്മുടെ ഇമാമിയങ്ങൾ മുഴുവനും കണ്ടവരാണ്. ഇമാം ബുഖാരി തങ്ങൾ തന്നെ ഹബീബിനെ കണ്ടിട്ടല്ലേ സ്വഹീഹ് എഴുതിയത്. അതുപോലെ എല്ലാ ഇമാമിയങ്ങളും കണ്ട രംഗങ്ങളാണ് കിതാബുകളിൽ ഉദ്ധരിച്ച് കാണുന്നത്. ഇമാമുൽ ഖുറാനിയുടെ അൽ കൗസറുൽ ജാരി എന്ന ഗ്രന്ഥം നമ്മൾ അതിന്റെ പശ്ചാത്തലവും ഹബീബിനെ കണ്ടതല്ലേ? ബുഖാരിയുടെ വ്യാഖ്യാനമല്ലേ? മിൻഹത്തുൽ ബാരിയുടെ പശ്ചാത്തലം എന്താണെന്ന് നമുക്കറിയില്ലേ? ഇമാം ഖത്തല്ലാനി റളിയല്ലാഹു അൻഹുവിന്റെ ആത്മീയ അനുരാഗം നമ്മൾ വായിച്ചു നോക്കിയതല്ലേ? മസാലിക് മുഴുവനും അവിടുത്തെ മഹബത്തും സ്വലാത്തും പറയാൻ നീക്കിവെച്ചതല്ലേ? ഇതുപോലെ എല്ലാ ഇമാമിങ്ങളുടെയും സേവനം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്കുള്ള സമർപ്പണങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനവും എല്ലാ സ്ഥാപനവും നമ്മുടെ സമ്മേളനങ്ങൾ മുഴുവനും ഹബീബി വമലാദി വകഅസി വമശ്റബി വവിസാലി വവസ്ലി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്കുള്ള സമർപ്പണമാണ്. അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിച്ച് ഹബീബിന്റെ മദീനയിലേക്ക് പോകാനുള്ള ആശ അധികരിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ഖ് വെച്ച് അതിലായി ജീവിച്ച് മരിക്കാൻ അളീമായ റബ്ബ് നമുക്ക് ഭാഗ്യം തരട്ടെ. അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ടൊന്ന് മരിക്കണം. അതിന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം തരട്ടെ. ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ബറക്കത്തിന് വേണ്ടി ഇമാമിങ്ങളുടെ സംഭവങ്ങൾ പറയുമ്പോൾ കൂടുതൽ മനസ്സിലേക്ക് വരുന്ന വളരെ പ്രിയപ്പെട്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് ഞാൻ രണ്ടു വാക്കില്ലത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് എഴുതിയ മഹാന്മാർ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നാളെ ഹിസാബിന് മുമ്പ് കുറെ ആളുകൾ ഇങ്ങനെ വരും സ്വർഗത്തിന്റെ കവാടത്തിലേക്ക്. അവരുടെ കയ്യിൽ മഷിക്കുപ്പിയും പേനയും ഉണ്ടാകും. ഒരു നിവേദനത്തിൽ കാണാം, അവിടുത്തെ കയ്യിൽ മഷിക്കുപ്പിയും പേനയും ഉണ്ടാകും. അവര് വന്ന് സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് വരുമ്പോൾ ചോദിക്കും, നിങ്ങൾ എവിടുന്ന് വരിക? സമയമായിട്ടില്ലല്ലോ സ്വർഗം തുറക്കാൻ. അപ്പോഴവർ പറയും, ഞങ്ങൾ വെറുതെ വന്നതല്ല, ഞങ്ങളെ നിർദ്ദേശപ്രകാരം വന്നതാണ്. അവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനു സേവനം ചെയ്ത മുഹദ്ദിസീങ്ങളാണ്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതുപോലെ മുഹിബ്ബീങ്ങളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിന് സേവനം ചെയ്തവർ, പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ തിരുചര്യകൾക്ക് മഹബ്ബത്ത് കൊണ്ട് സേവനം ചെയ്ത മഹാന്മാരായ ആളുകൾ, അവരെല്ലാവരും ആദ്യമായി ഹബീബിനോട് ചേരുമ്പോൾ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുദ്ദാഹി ത്വഹ ലാഹിഖാ, അല്ലാഹുവേ ഞങ്ങൾ ആശിക്കുന്നത് നിന്റെ ഹബീബിനെ മദ്ഹ് പറഞ്ഞ മഹാന്മാരുടെ കൂട്ടത്തിൽ ചേർത്ത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കടത്തി തരണേ. അതാണ് ഞങ്ങൾ ആശിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം മുഴുവനും ലോകത്തിന്റെ നേതാവ് ആഖായെ നാംദാർ താജ്ദാറെ മദീന സർവറെ ആലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. എന്റെ ഉമ്മപെങ്ങന്മാരോട് ഞാനൊരു ചെറിയ കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ മക്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് പതിപ്പിച്ചു കൊടുക്കണം. ഇന്ന് കണ്ടില്ലേ, ഒരുപാട് പെൺകുട്ടികൾ വഴിവിട്ട് സഞ്ചരിക്കുന്നുണ്ട്, ക്യാമ്പസുകളിൽ നിന്ന് ഒളിച്ചോടി പോകുന്നുണ്ട്, കലാലയങ്ങളിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്നുണ്ട്. കാരണം അവരുടെ കൽബിലേക്ക് ഹബീബിനെ അടയാളപ്പെടുത്താൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ പവിത്രമായ സ്നേഹത്തിന്റെ തലത്തിലേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം അടയാളപ്പെടുത്താൻ കഴിയാതെ പോയതുകൊണ്ടാണ്. അതാ സ്വതന്ത്രമായ രചനകൾ തന്നെ കാണാം. അത്ഫാലുൽ മുഅ്മിനീൻ കൈഫ റബ്ബാഹുമുൻ നബിയുൽ അമീൻ. മുസ്ലിമീങ്ങളായ മക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് പരിചരിച്ചത്, അവരെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാകപ്പെടുത്തി കൊണ്ടുവന്നത്,
അവരുടെ ഉള്ളിലേക്ക് ഈമാനിന്റെ മധുരമാണ് ഹബീബ് പറഞ്ഞു കൊടുത്തത്. അതുപോലെ സ്വഹാബത്ത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്തുള്ള മക്കളെ വാർത്തെടുത്തിട്ടാണ് അവരെ മുഴുവനും ലോകത്തിന് മാതൃകയാക്കിയത്. കണ്ടില്ലയോ, ഒരു സ്വഹാബി വനിത ഒരു മകൻ വീട്ടിലേക്ക് വന്നപ്പോ കയറ്റുന്നില്ല. എന്താണെന്നറിയുമോ? മോനെ, നീ എല്ലാ ദിവസവും പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് മുസാഫഹത്ത് ചെയ്യണം. ആ ഹബീബിനെ കണ്ടിട്ടല്ലാതെ വീട്ടിലേക്ക് വരാൻ പാടില്ല. ഒരു ദിവസം പള്ളിയിൽ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ വീട്ടിലേക്ക് വരുമ്പോ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്ന ഉമ്മ പറഞ്ഞു, ഇവിടെ കയറാൻ പാടില്ല. നേരെ കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. നബിയേ, ഹബീബായ നബിയേ, എന്റെ ഉമ്മ എന്നെ വീട്ടിൽ കയറ്റുന്നില്ല. എന്തേ മോനെ കയറ്റാത്തത്? മറ്റൊന്നുമല്ല യാ റസൂലല്ലാഹ്, എല്ലാ ദിവസവും അവിടുത്തെ സന്നിധാനത്തിൽ വന്നിട്ടേ വരാൻ പാടുള്ളൂ എന്ന് എന്നോട് പറയാറുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ വരാതെ പോയതിന്റെ പേരിലാണ് വീട്ടിൽ എന്നെ കയറ്റാത്തത്. ഇതുപോലെയാണ് ശിക്ഷണം നൽകിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹബ്ബത്ത് നൽകുകയാണ്, സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുമാത്രമല്ല, ഉമ്മമാർ അവരുടെ സ്വന്തം മക്കളെക്കാൾ ലോകത്തിന്റെ നേതാവിനെ സ്നേഹിച്ചില്ലേ? അതാ ബഹുമാനപ്പെട്ട ബുർദത്തുൽ മുശറഫയുടെ വ്യാഖ്യാനമാകുന്ന അഖീദത്തുൽ ശഹദയിൽ കാണാം. നിങ്ങൾ പല പ്രാവശ്യവും കേട്ട് പരിചയമുള്ളതാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹം വന്നിട്ട് പ്രിയപ്പെട്ട അരുമ സന്താനങ്ങളെക്കാൾ വലിയ മഹബ്ബത്താണ് ലോകത്തിന്റെ നേതാവിനോട്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹബീബിന് ഭക്ഷണം കൊടുക്കാൻ ഒരുക്കി വെക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണം കൊടുത്തു വിടാറുണ്ട് സ്വഹാബത്ത്. നബി തങ്ങൾ ഇന്ന് ഏത് ഭാര്യയുടെ വീട്ടിലാണെന്നറിഞ്ഞാൽ അങ്ങോട്ടാണ് എത്തിച്ചു കൊടുക്കുക. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ വരാറുള്ളതെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസിലൂടെ പഠിപ്പിച്ചു തരുമ്പോ, അതുപോലെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദ്യക്ക് വിളിക്കുകയാണ്. ഭാര്യ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യുന്നു. രാവിലെ തന്നെ ആട്ടിനെ അറുത്ത് പാകം ചെയ്യാൻ റെഡിയാക്കി കൊടുത്തിട്ടാണ് ഭർത്താവ് വീട്ടിൽ നിന്നിറങ്ങിയത്. വാപ്പ ആടിനെ അറുക്കുന്നത് കണ്ടപ്പോ ജ്യേഷ്ഠനും അനുജനും ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അനുജന്റെ കഴുത്തിലേക്ക് ജ്യേഷ്ഠൻ കത്തിവെച്ചുകൊണ്ട് പരിശീലനം നടത്തി. അനുജൻ മരണപ്പെട്ടുപോയി. ഉമ്മ ഈ വിഹ്വലമായ രംഗം കണ്ട് ജ്യേഷ്ഠനെ മൂത്ത മകനെ പിടിക്കാൻ വന്നപ്പോഴേക്ക് വീടിന്റെ തട്ടിന്റെ മുകളിൽ നിന്ന് വീണ് രണ്ട് മക്കളും മരിച്ചുപോയി. ഈ രണ്ട് മക്കളും മരണപ്പെട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സദ്യയൊരുക്കുന്ന ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അതാ ലോകത്തിന്റെ നേതാവിനെ സ്നേഹിച്ചു പോയ മഹതിയാണ്. ഈ രണ്ട് മക്കളുടെയും ജനാസ എടുത്ത് വീടിന്റെ മൂലയിൽ അവിടുന്ന് മൂടി ഒതുക്കി വെക്കുകയാണ്. കാരണം ഈ മരണവാർത്ത ഇപ്പോഴറിഞ്ഞാൽ എന്റെ നേതാവിന് സദ്യ ഒരുക്കാൻ കഴിയില്ല. ഉമ്മമാരെ, നമ്മുടെ സങ്കല്പത്തിനപ്പുറമുള്ളൊരു സ്നേഹമാണിത്. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? എന്നാൽ അത് ഉൾക്കൊള്ളാൻ
കൊള്ളാൻ കഴിയണമെന്നാണ് ഖുർആൻ പറയുന്നത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തം ആത്മാവിനേക്കാൾ സ്നേഹിക്കേണ്ട നേതാവാണ് മുഹമ്മദ് മുസ്തഫ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ രണ്ട് മക്കളെയും ഒരു ഭാഗത്ത് കിടത്തി. വാർത്ത ആരോടും പറഞ്ഞില്ല. അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നു, നബിയേ, ജാബിറിന്റെ മക്കളെ കൂടി ഭക്ഷണത്തിന് കൂട്ടണേ. ഭർത്താവ് വിളിച്ചു ഭാര്യ അകത്തേക്ക്. അല്ല മോളെ, മക്കൾ എവിടെയാണ്? നമ്മുടെ മക്കൾ അവരിവിടെ ഇല്ല, അവര് പുറത്താണ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ. അപ്പോൾ തൽക്കാലം സമാധാനിച്ചെങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇല്ല നബിയേ, അവരെവിടെയാണെങ്കിലും വിളിക്കാൻ പറയണം നബിയേ. ഇത് സാധ്യമാണോ എന്ന് ചില ആളുകൾ ആലോചിക്കാറുണ്ട്. സമാനമായ നിരവധി സംഭവങ്ങൾ പറയാൻ വേണ്ടി മാത്രം ഇമാം ഇബ്നു അബി ദുനിയയ്ക്ക് ഒരു ഗ്രന്ഥമുണ്ട്. കിതാബു മൻ ആശ ബഅദൽ മൗത്ത് എന്നാണ് കിതാബിന്റെ പേര്. അതിലൂടെ സമാനമായ സംഭവങ്ങളും ഇതിന്റെ ഭാഗികമായ നിവേദനവും നടത്തിയിട്ടുണ്ട്. ബുർദയുടെ വ്യാഖ്യാനത്തിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയുമ്പോൾ ഇമാമുൽ ഖർഫൂതി ഇത് വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ, ആ മക്കൾ എവിടെയാണെങ്കിലും വിളിക്കാൻ പറയൂ നബിയേ. അനുരാഗത്തിന്റെ അലമാലകളെ ആത്മാവിന്റെ ദ്രുതചരണങ്ങളോട് അടയാളപ്പെടുത്തി വെച്ച സ്നേഹഭാജനമായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയാവരിച്ച പ്രവാചകാനുരാഗത്തിന്റെ പ്രകർഷ പ്രപഞ്ചത്തിലെ പ്രഫുല്ല താരകമായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുന്നു, ഇപ്പൊ മക്കളങ്ങ് ഔട്ടിലാണ്, പുറത്താണ്, അവരെ വിളിച്ചുകൂടാ. വീണ്ടും സമ്മർദ്ദം വരികയാണ്. അപ്പോഴാണ് ഇടറുന്ന മനസ്സോടെ, പതറുന്ന പാദത്തോടെ, ഇളകുന്ന വിരിമാറോടെ മാതാവ് പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട വല്ലഭ, നമ്മുടെ മക്കൾക്ക് അബദ്ധം പിണഞ്ഞു പോയി, രണ്ടുപേരും മരണപ്പെട്ടുപോയി. സംഭവം അങ്ങ് വിവരിക്കുമ്പോഴാണ് ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ സേ ഹശർ മേ മാനാ ഖുലേ. ഹൈന്ദവ കവിയായിരുന്ന ഡൽഹിയിൽ ജീവിച്ചിരുന്നയാൾ രേഖപ്പെടുത്തിയ വരികളാണ്. അദ്ദേഹം ഈ വരി കൊണ്ട് ഹിദായത്ത് കിട്ടിയ ആളാണ്. ചരിത്രത്തിലേക്ക് ഇപ്പൊ ഞാൻ നീണ്ടുപോകുന്നില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ, അവരെ കൂട്ടാതെ ഭക്ഷണം കഴിക്കണ്ട. ജാബിർ റളിയല്ലാഹു അൻഹു വന്ന് പറയുകയാണ്, നബിയേ, ഭാര്യ പറഞ്ഞ വാർത്ത ഞെട്ടിക്കുന്ന വാർത്തയാണ്. രണ്ട് മക്കളിൽ ലോകത്തോട് വിട പറഞ്ഞു പോയി. അതാ രണ്ട് മക്കളും ഇപ്പോൾ മരണപ്പെട്ട് ജനാസ വീട്ടിലുണ്ട് നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, വിളിക്കണം അവരെ. വിളിക്കുമ്പോഴേക്ക് പുതപ്പിന്റെ അടിയിൽ നിന്ന് രണ്ടുപേരും എഴുന്നേറ്റ് വരികയാണ്. ഹബീബായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതായി
അതാ രേഖപ്പെടുത്തി വെക്കുമ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ കരസ്പർശം കൊണ്ട് രോഗം മാറിയ എത്ര ആളുകളാണ്, ന്യൂനതകൾ പരിഹരിക്കപ്പെട്ട എത്ര ആളുകളാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ നിന്ന് സ്നേഹാനുരാഗത്തിന്റെ പുണ്യതലങ്ങളെ ചേർത്ത് വെക്കേണ്ടത് മദീനയിലെ രാജാവിലേക്കാണ്. ഉമ്മമാരെ, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. അങ്ങേറ്റത്തെ സ്നേഹം കൊണ്ട് സ്വലാത്ത് ചൊല്ലണം. ആ സ്വലാത്ത് ചൊല്ലിയിട്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ മദീനയിലേക്കുള്ള കവാടം തുറക്കപ്പെടുകയാണ്. ലോകനേതാവിന്റെ പുണ്യസന്നിധിയിലേക്കുള്ള കവാടം തുറക്കപ്പെട്ടു പോയാൽ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എല്ലാ രാത്രിയിലും ഞാൻ റസൂലുള്ളാഹിനെ കാണുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ. പറഞ്ഞു, എല്ലാ ദിവസവും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നു എന്ന് മാത്രമല്ല, ലൗ ഗാബനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തർഫത ഐനിൽ ലമാ അദത്തു നഫ്സി മിനൽ മുസ്ലിമീൻ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എപ്പോഴും വിശ്വാസമുള്ള ആളാണ്. അതെങ്ങാനും എനിക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ എന്നെ കുറിച്ച് മുസ്ലിമാണെന്ന് പറയൂല. ആത്മീയ ലോകത്തുള്ള എല്ലാ മഹാന്മാരും അടിസ്ഥാനപരമായി കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധമാണ്. രചയിതാക്കൾ മുഴുവനും രചന തുടങ്ങിയത് ആ ബന്ധത്തിന്റെ പേരിലാണ്. സേവകന്മാര് മുഴുവനും സേവന മേഖലയിലേക്ക് കടന്നു വന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് അവിടുത്തെയോടുള്ള പ്രണയമടയാളപ്പെടുത്തിയിട്ട് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയോട് സ്നേഹം വേണം. لا يؤمن أحدكم حتى يكون هواه تبعا لما جئت به. നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല ഹത്താ യകൂന ഹവാഹു, അവന്റെ താല്പര്യമാകുന്നതുവരെ, തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്നതിനോട് തുടർച്ചയായി. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ യാന്ത്രികമായി നമ്മുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്താൻ കഴിയണം. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ക് വെക്കാൻ പറഞ്ഞത് എല്ലാവരും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിട്ട് തങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനല്ല, മറിച്ച് നിങ്ങൾ സ്നേഹിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയെ നിങ്ങൾ പിറ്റുമ്പോൾ അതിന് രഹസ്യമാണ്, മനോഹാരിതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കുന്ന ഒരാൾക്ക് സുന്നത്തെടുക്കാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ശറഹ് ശഫീൽ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകൾക്ക് പ്രാധാന്യം കൊടുത്ത ഇമാമാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. ഒരു ദിവസം വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ, അന്ന് കാലത്ത് നമ്മളെ പോലെ കംഫർട്ട് സ്റ്റേഷനുള്ള രാജ്യമല്ല, നാടല്ല, പ്രദേശമല്ല, ടോയ്ലറ്റ് സംവിധാനങ്ങളില്ല, വെളിം പ്രദേശങ്ങളിലാണ് പ്രാഥമിക ആവശ്യ നിർവഹണത്തിന് വേണ്ടി പോകാറുള്ളത്. വഴിയിൽ വെച്ചുകൊണ്ട് യാത്രാസംഘം ഇറങ്ങി. എല്ലാവരും ഇങ്ങനെ ടോയ്ലറ്റിലേക്ക് പോകാനുള്ള ആവശ്യ നിർവഹണത്തിന് പോകാൻ നേരം അവരുടെ വസ്ത്രം ഉയർത്തിപ്പിടിച്ചപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യദ്ഖുൽ ഖലാഅ ബിമിസ്റിൻ. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരവരുടെ അരത്തുണി പ്രാഥമിക ആവശ്യ
ആവശ്യ നിർവഹണത്തിന് എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ മാത്രം ഉയർത്തട്ടെ, അല്ലാതെ നേരത്തെ തന്നെ തുണി ഉയർത്തിപ്പിടിച്ച് പോകേണ്ടതില്ല എന്ന് പറഞ്ഞ രാത്രിയിലാണ് അതാ വിളിച്ചു പറയുന്നു, നിങ്ങൾ തുടരപ്പെടേണ്ട ഇമാമാണ്, മദ്ഹബിന്റെ ഇമാമായി മാറാനുള്ള കാരണം അതാണെന്ന് ശിഫയുടെ വ്യാഖ്യാനത്തിലൂടെ അറിയിച്ചു തരുമ്പോൾ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ ഏറ്റെടുക്കുമ്പോൾ വിധേയത്വം ഉണ്ടാകണമെങ്കിൽ സ്നേഹം അധികരിക്കണം. സ്നേഹിക്കുന്ന ആളുടെ ചര്യകൾ തുടരാൻ നിർബന്ധത്തിന്റെ ആവശ്യമില്ല, കമ്പൽഷന്റെ ആവശ്യമില്ല. ഇസ്ലാം മരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ സുന്നത്ത് മരിക്കുമ്പോഴാണ്. കാരണം സുന്നത്തൻ വസുന്ന, ഓരോ സുന്നത്തുകൾ മരിച്ചിട്ടാണ് ഇവിടെ ഇസ്ലാം ഇല്ലാതാവുക. നിങ്ങൾ ആലോചിക്കാൻ ആളില്ലെങ്കിൽ ഇവിടെ നിസ്കാരം ഉണ്ടാകുമോ? ഹജ്ജ് ചെയ്യാൻ ആളില്ലെങ്കിൽ ഇവിടെ ഹജ്ജ് നിലനിൽക്കുമോ? സ്വലാത്ത് ചൊല്ലാൻ ആളില്ലെങ്കിൽ ഇവിടെ സ്വലാത്ത് നിലനിൽക്കുമോ? അതുപോലെ ഓരോ കാര്യങ്ങളും ഇവിടെ നിലനിൽക്കണമെങ്കിൽ അത് തുടരുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ വേണം. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ ജീവിതത്തിൽ പകർത്തുന്ന ആളുകളുണ്ടെങ്കിലേ ആ സുന്നത്തുകൾ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. അപ്പോ ഓരോ സുന്നത്തുകളും മരിച്ചു കൊടുക്കുന്ന ഈ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകൾ ഹയാത്താക്കാൻ എന്റെയും നിങ്ങളുടെയും കൽബുകളിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ലോകത്തിന്റെ നേതാവിലേക്ക് നമ്മുടെ മനസ്സ് അടുപ്പിക്കുമ്പോൾ ഇത്രയും വലിയ പദവി കിട്ടാനുള്ള കാരണം നമ്മളെക്കാൾ കൂടുതൽ എണ്ണത്തിൽ നിസ്കരിച്ചത് കൊണ്ടല്ല. 26 കൊല്ലമേ ഇസ്ലാമിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ജീവിച്ചിട്ടുള്ളൂ. അതിനേക്കാളേറെ ഇസ്ലാമിൽ ജീവിച്ച സഹോദരങ്ങൾ ഒരുപക്ഷേ ഇവിടെ ഉണ്ടാകാം. ആ 26 കൊല്ലം മാത്രം ഇസ്ലാമിൽ സ്വീകരിച്ച് ഇസ്ലാമിൽ ജീവിച്ച സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എണ്ണത്തിൽ ചിലപ്പോൾ നമ്മളെക്കാൾ, നമ്മൾ അഥവാ ഇവിടെയുള്ള പ്രായമുള്ളവരെക്കാൾ കുറഞ്ഞ വഖത്ത് മാത്രം ഫർദ് നിസ്കരിച്ച ആളായിരിക്കും, കുറഞ്ഞ വർഷങ്ങളിൽ മാത്രം നോമ്പനുഷ്ഠിച്ച ആളായിരിക്കും, കുറഞ്ഞ ഹജ്ജ് മാത്രം നിർവഹിച്ച ആളായിരിക്കും. അതേ സമയത്ത് എല്ലാവരുടെയും ഈമാനിനേക്കാൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഉയരാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? ലോകത്തെ ഏറ്റവും വലിയ നേതാവ് ഹബീബാണെന്ന് ഉറച്ചു വിശ്വസിച്ചതിന്റെ പേരിലാണ് ലോക സാമ്രാജ്യങ്ങളെ മുഴുവനും കീഴടക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് പേർഷ്യയുടെ പ്രവിശ്യയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം പോയി. അപ്പോൾ ഓരോരോ പ്രദേശങ്ങൾ ഇസ്ലാമിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഒരു പ്രവിശ്യയിൽ ചെന്നപ്പോൾ അവിടുത്തെ റോയൽ ഫാമിലിയിൽപ്പെട്ട ഒരു പെണ്ണ് ഇസ്ലാമിലേക്ക് വന്നു. ആ പെണ്ണിനോട് പറഞ്ഞു, സഹാബത്ത് നിങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അവരെ. ആ പെണ്ണ് പറഞ്ഞു, ഞാനിപ്പോ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള വലിയ നേതാവാരാണ് എനിക്ക് കലിമ ചൊല്ലിത്തരാൻ? ഞാനൊരു VIP ആയ പെണ്ണല്ലേ, ഉയർന്ന ഒരാൾ ആരാണ് എനിക്ക് കലിമ ചൊല്ലിത്തരിക? അപ്പോഴവര് പറഞ്ഞു, ഞങ്ങളുടെ കൂടെയുള്ളതിന് വലിയ നേതാവ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളാണ്, ഞങ്ങളുടെ ഖലീഫയുടെ മകനാണ്, വലിയ പണ്ഡിതനാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ വന്നപ്പോൾ ചോദിച്ചു, മൻ ഹുവ അക്ബറു മിൻക യാ അബ്ദുല്ലാഹ്, നിങ്ങളെക്കാളും വലിയ ഒരാൾ എനിക്ക് കലിമ ചൊല്ലിത്തരാനുണ്ടോ? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ഖലീഫയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് വഹുവ ബിൽ മദീന, മദീനയിലാണ്, അവിടുന്ന് കലിമ ചൊല്ലിത്തരാൻ നിങ്ങൾക്ക് പറ്റുന്ന നേതാവാണ്. എന്നാൽ ശരി, നമുക്ക് മദീനയിലേക്ക് പോകാം. മദീനയിൽ ചെന്നപ്പോഴോ കിസ്റാ വിറയ്ക്കും കൈസറും ഞെട്ടുന്നതാ എന്ന വലിയ പ്രൗഢിയുള്ള നേതാവായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഈ
സഹോദരിയുടെ മുമ്പിൽ ഇസ്ലാം അവതരിപ്പിച്ചു കൊടുക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, മൻ ഹുവ അക്ബറു മിൻക യാ ഉമർ ഇബ്നുൽ ഖത്താബ്, നിങ്ങളെക്കാൾ വലിയൊരു നേതാവ് എനിക്ക് കലിമ ചൊല്ലിത്തരാനുണ്ടോ? നിങ്ങളെക്കാൾ വലിയൊരു നേതാവ് എനിക്ക് കലിമ ചൊല്ലിത്തരാനുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സാധാരണഗതിയിൽ അല്പം ദൃഢമായ തീരുമാനം പറയുന്നയാളാണ്. പക്ഷേ വളരെ വിനീതമായി നിൽക്കുകയാണ്, ലളിതമായി ഇടപെടുകയാണ്. അവിടെ നിന്ന് കരയുകയാണ്. യാദ് അബ്റോക്കർ കെ തൾ പോ ബുൽബുലോ ടുകട ടുകട താം ഹോഹി ജായേഗാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പവിത്രമായ ബന്ധമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട സഹോദരി, മറ്റൊന്നുമല്ല, എനിക്കിവിടെ കൂടുതൽ നയപരമായ കാര്യങ്ങളൊന്നും പറയാനില്ല. എന്നേക്കാൾ ഉത്തമമായി നിങ്ങൾക്ക് വേണ്ടതു ചെയ്തു തരാൻ വേറെ ആരാണ് വലുതെന്നല്ലേ ചോദിച്ചത്? അത് ലോകത്തിന്റെ മുഴുവനും നേതാവ് അക്ബറു മിന്നീ വഅക്ബറു മിൻ ജമീഇൽ കായിനാത്ത് ഹാദാ ഖബ്റുഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖുദാ की रज़ा चाहते दो आलम, खुदा चाहता है रज़ाए മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രീതിയാണ് മാനവീക ലോകത്തിന് അല്ലാഹുവിന്റെ പ്രീതിക്കുള്ള നിദാനം. ആ അനുരാഗത്തിന്റെ അഷ്ടദിക്കുകളെയും അടയാളപ്പെടുത്തുന്ന ആത്മസ്നേഹത്തിന്റെ ആധ്യാത്മിക പ്രപഞ്ചത്തിലെ സാരഥ്യം അനുഭവിക്കുന്ന ലോകത്തിന്റെ മുഴുവനും നേതാവ് ആഖായെ നാംദാർ താജ്ദാറെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ സന്നിധിയിൽ നിന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, വഫാത്തായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു പോയെങ്കിലും നിങ്ങൾക്ക് കലിമ ചൊല്ലാനുള്ള സന്നിധാനമാരാണ്? സുബ്ഹ് ത്വയ്ബാ മേ ഹുയി പർതാനെ ബാളാനൂർ കാ. ലോകമാകമാനം ഹബീബിന്റെ പ്രഭാവത്തിന്റെ പ്രതിസ്ഫുരണങ്ങളാണ്. മദീനയിൽ നിന്ന് വരുന്ന വെളിച്ചമേറ്റിട്ടാണ് അജ്മീർ പ്രകാശിക്കുന്നത്. മദീനയിൽ നിന്ന് വരുന്ന വെളിച്ചമേറ്റിട്ടാണ് ലോകത്തുള്ള ഔലിയാക്കളുടെ മുഴുവനും ദർബാറുകൾ വെളിച്ചമേറ്റ് കിടക്കുന്നത്. കാരണം അല്ലാഹുവിന്റെ ഹബീബിനെ ഒരാൾ ഇഷ്ടം വെച്ചു പോയാൽ, ഹബീബ സ്നേഹം സ്വീകരിച്ചു പോയാൽ, അവരുടെ സ്വലാത്തും അർവാഹുകളും മദീനത്ത് പോയി ചുറ്റുവട്ടവും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ ആത്മീയ സമ്മേളനം നടക്കാറുണ്ട്. എല്ലാ രാത്രിയിലും ഔലിയാക്കളുടെ നേതാക്കൾ അവിടെ സംഗമിക്കാറുണ്ട്. അതെല്ലാം ആത്മജ്ഞാനികളായ ഇമാമുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നും ഭൗതിക ശാസ്ത്രപരമായി നിഷേധിക്കേണ്ടതില്ല. ശാസ്ത്രീയപരമായ സാധ്യതകൾ വെച്ചുകൊണ്ട് തന്നെ പറയാവുന്നതാണ്. PSLVയുടെ 16ാമത്തെ പേടകം വായിക്കുമ്പോഴാണ് മദീനയിലെ രാജാവിന്റെ ആഗോള നിയന്ത്രണത്തിന്റെ വ്യാപ്തി മനസ്സിലാകുന്നത്. ആധുനിക സാറ്റലൈറ്റുകളുടെ കൺട്രോള് കാണുമ്പോഴാണ് മദീനയിലെ രാജാവിന്റെ സ്പിരിച്വൽ കൺട്രോള് വായിക്കുമ്പോൾ എത്ര രസമാണ്. അതിലേക്കൊന്നും കടക്കാൻ ഇവിടെ സാവധാനമില്ല. കാരണം എല്ലാ
വ്യവസ്ഥിതികളുടെയും ഉത്തുംഗമായ തലത്തിൽ നിന്നുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ ദാനങ്ങളും നൽകിയ നേതാവാണ്, എല്ലാ ദാനങ്ങളുടെയും കേന്ദ്രമാണ്. അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, ഹബീബായ തങ്ങളുടെ അടുക്കുന്ന കലിമ ചൊല്ലിക്കോ. പെണ്ണുമാറിയില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. യാ റസൂലല്ലാഹ്, അവിടുത്തെയുടെ മുമ്പിൽ നിന്നുകൊണ്ട് സലാം ചൊല്ലി അവിടുത്തെയുടെ ആദർശത്തിലേക്ക് ഞാൻ വരികയാണ്. എന്റെ ഇസ്ലാമാശ്ലേഷം നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എനിക്കിവിടെ ജീവിതം വേണ്ട. മൗതൻ സുമ്മ ദഫ്നൻ ബിൽ ബഖീഇ, എനിക്ക് ബഖീഇൽ കിടന്നാൽ മതി, എനിക്ക് മദീനയിൽ ഉറങ്ങിയാൽ മതി. അല്പസമയം കഴിയുമ്പോഴേക്ക് തിരുസവിധത്തിൽ വെച്ച് ലോകത്തോട് വിട പറഞ്ഞ് ബഖീഇൽ മറമാടപ്പെടുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അജമികളിൽ നിന്ന് അഅഖല മിൻഹാ മിനൽ അജമി, അനറബികളിൽ നിന്ന് ഇതിനേക്കാൾ ബുദ്ധിമതിയായ ഒരു തീം ഞാൻ കണ്ടിട്ടില്ല. എത്ര നല്ല ബുദ്ധിയാണ് ഹബീബിന്റെ മുമ്പിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഹബീബിന്റെ സവിധത്തിൽ വെച്ച് മരിക്കാനുള്ള നിയോഗം, ബഖീഇൽ കിടക്കാനുള്ള നിയോഗം. ഫല്യമുത്തുബിൽ മദീന, മദീനയിൽ മരിച്ചോട്ടെ നബി തങ്ങൾ പറഞ്ഞ നാട്ടിൽ കിടക്കാനുള്ള ഭാഗ്യം, ഇത് വലിയ ഭാഗ്യമാണ്. അല്ലാഹു ജല്ല ജലാലുഹു റഹ്മത്തുൽ ലിൽ ആലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി രാത്രി ഒന്ന് മയങ്ങുമ്പോഴേക്ക് മദീന മനസ്സിൽ വരാൻ, മദീനയിലെ രാജാവിനെ പലതവണ കണ്ടൊന്ന് പരിചയം വെക്കാൻ സുലൈമാൻ അൽ ജസൂലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, اللهم عرفنا وجهه اللهم عرفنا وجهه اللهم عرفنا وجهه الكريم. ആദരണീയമായ മുഖകമലത്തെ ഒന്ന് പരിചയപ്പെട്ട് അതിന്റെ പ്രകാശമൊന്ന് ഏറ്റുവാങ്ങി അവിടുത്തെയുടെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാൻ സാദാത്യങ്ങൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ആത്മീയ സദസ്സുകളുടെ അനുഗ്രഹം കൊണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നൽകണേ റഹ്മാനേ. മാതാപിതാക്കൾക്ക് നൽകണേ റഹ്മാനേ. ഞങ്ങളെ എല്ലാം ഹബീബിന്റെ സ്നേഹഭാജനങ്ങളായി സ്വീകരിച്ച് അലീമായ റബ്ബേ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ റഹ്മാനേ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.